സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചി ഗജാനന്ദനെ അടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എന്താണേലും ഈ സത്യം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയണം. ഞാനിങ്ങനെ വെറുതെ ചെയ്യാത്ത തെറ്റിന് നാണം കെട്ട് നിന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് ഈ കാര്യം പോലീസ് സ്റ്റേഷനിൽ പറയണം എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പോകാൻ തുടങ്ങണം. അപ്പോൾ സച്ചി അതിന് മുന്നേ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി തലയിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പറയും, സാറേ എനിക്കൊരു സത്യം പറയാനുണ്ടെന്ന് പറയും. എന്ത് സത്യമാടാന്ന് ചോദിക്കും. അങ്ങനെ പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെല്ലുക കേട്ടോ. നിങ്ങളെല്ലാവരും കാരണമാണ് ഞാനിപ്പോൾ ഈ അവസ്ഥയിലെത്തിയത്. ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ലേ ഞാനല്ലാന്ന്, പക്ഷേ എല്ലാവരും കൂടി എൻ്റെ വണ്ടി വരെ പോയിച്ച് എൻ്റെ ജീവിതം വരെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഓരോന്നൊക്കെ പറയുകയാണ്. അതൊന്നും കേൾക്കുമ്പോൾ പോലീസുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ എന്നാടാ പറയുന്നതെന്ന് ചോദിച്ച് സച്ചിയുടെ ഷർട്ടിന് ഇങ്ങനെ കയറി കുത്തി ഇങ്ങ് പിടിച്ചു. അന്നേരപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഞാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗജാനന്ദൻ അത് ചെയ്തതെന്നൊക്കെ പറയുന്നു. നിനക്ക് തെളിവുണ്ടോടാ അതിനെന്ന് ചോദിച്ചു. സച്ചിയുടെ കയ്യിൽ അതിനുള്ള തെളിവൊന്നുമില്ല. അങ്ങനെ സച്ചിക്ക് അവർ അവിടെ വെച്ച് തല്ലാനൊക്കെ തുടങ്ങുവാണ്. എന്നിട്ട് ശ്രീകാന്ത് സച്ചിയും കൂടെ വേഗം അവിടെ നിന്ന് തന്നെ പോരും. എന്നിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് സച്ചി പറയുന്നുണ്ട്, അവിടെ അന്ന് ആ ബേക്കറിയില്ലേ അവിടെ പോയി എന്താണേലും തെളിവൊക്കെ എടുക്കണം, എന്നിട്ട് എനിക്ക് എന്താണോ ആ തെളിവ് കൊണ്ട് കൊടുക്കണം. കാരണം ഞാനിങ്ങനെ വെറുതെ നാണം കെട്ട് നിൽക്കുകയെന്നൊക്കെ എല്ലാവരുടെയും മുന്നേ ചെയ്യാത്ത തെറ്റിന് ഞാൻ ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. ചന്ദ്രയും ഭാമയും കൂടെ ആണെങ്കിൽ ഫൈനാൻസറുടെ അടുത്തെത്തി. എന്നിട്ട് പറയുന്നുണ്ട് പലിശ പൈസയുടെ കാര്യം. അപ്പോൾ പറയും, എന്താണെങ്കിലും വീട്ടിൽ നിന്ന് ഒരാൾ വരാതെ ഇനി ഇത് പറ്റത്തില്ല, വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറയും. അന്നേരപ്പോഴത്തേക്കും ചന്ദ്ര കാല് പിടിക്കാൻ തുടങ്ങും. ഞാൻ എങ്ങനെയാലും പൈസ അടച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റത്തില്ല, അല്ലെ മുതലും പൈസയും കൂടെ മുഴുവൻ കൊണ്ട് അടയ്ക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് ഇതിൽ സൈൻ ചെയ്യാതെ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഭാമ ഇങ്ങനെ പറയും, ഭാമയ്ക്ക് എന്താ എൻ്റെ സ്വഭാവം അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഫൈനാൻസർ ദേഷ്യപ്പെടുവാണ്. അങ്ങനെ പലിശ പൈസ എങ്കിലും അടയ്ക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ പലിശ പൈസ അടച്ചോളാൻ പറയുന്നു. അത് പലിശ പൈസ മുഴുവനില്ല, 50,000 രൂപയുള്ളൂ. 50,000 രൂപയോ? 1,00,000 രൂപ തൻ്റെ അടുത്ത് 50,000 രൂപ തന്നാൽ പറ്റില്ല എന്ന് ദേഷ്യപ്പെടുന്നുണ്ട് ഫൈനാൻസർ. അങ്ങനെ ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും വേഗം ചന്ദ്ര കയ്യെ കിടന്ന വളയൂരി എന്നാൽ ഞാനിവിടെ പണയം വെക്കട്ടെ എന്ന് ചോദിച്ചാൽ, എന്നാൽ പിന്നെ അങ്ങനെ വല്ലതും കാര്യവും ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് ഫൈനാൻസർ ആ വളം മേടിച്ച് അവിടെ പണയം വയ്ക്കുവാണ്. അതിനുശേഷം ഒരു 150 രൂപ അങ്ങോട്ട് ബാലൻസ് വന്നു. ആ പൈസ കൊടുത്തിട്ട് പറയും, എനിക്ക് അർഹതപ്പെടാത്ത പൈസ ഒന്നും എനിക്ക് വേണ്ട, എന്നാൽ ഇതിൻ്റെ ബാക്കി പൈസ എന്ന് പറഞ്ഞാൽ 150 രൂപ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ബാക്കി കാര്യമൊന്നും ഇനി ഞാൻ പറയണ്ടല്ലോ, എത്രയും വേഗം ഇത് ക്ലോസ് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയുടെ കയ്യെ കിടന്ന വളയൊക്കെ ഊരി ചന്ദ്ര അവിടെ പണയം വെക്കുവാണ്. എന്നിട്ട് അവിടെ നിന്ന് പോരും കേട്ടോ. അതിനുശേഷം ഭാമ പറയുന്നുണ്ട്, നീ പണ്ട് പറഞ്ഞായിരുന്നല്ലോ രേവതി വന്നതിന് ശേഷം മാത്രമാണ് നിൻ്റെ കുടുംബത്തിൽ കഷ്ടകാലം, ഇപ്പം എന്താ നിൻ്റെ വീട്ടിൽ കഷ്ടകാലം ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരവർ ചെയ്യുന്ന തെറ്റിന് അവരവർ തന്നെ അനുഭവിക്കേണ്ട വരുന്ന, അല്ലാതെ മറ്റൊരാളുടെ മൊഴിയിലല്ല ചാരേണ്ടതെന്നൊക്കെ ഇങ്ങനെ കുറ്റം ചാരേണ്ടതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് ഒന്നും പറയാനില്ല. ഭാമ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുവാണ്. അതേസമയം പിന്നെ ശ്രുതിനെ സച്ചിനെയും കൂടെയാണ് കാണിക്കുന്നത്. അവർ റൂമിലൊക്കെ ഇരുന്ന് ശ്രുതി എന്തൊക്കെയോ ലാപ്പിൽ ചെയ്യും കേട്ടോ. അപ്പോൾ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശ്രുതി ചെന്ന് പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുക, എന്താ ശ്രുതി ഇതെന്ന് ചോദിക്കും, എന്താ ശ്രുതി ഇവിടെ നിന്ന് ചെയ്യണത് എന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, ഒരു കാര്യം ചെയ്യുമോ, അതെ ശ്രുതിക്ക് വേണ്ടി എന്തായി ചെയ്യണേന്ന് ചോദിക്കും. ശ്രുതിക്ക് ഞാനൊരു ജോലി അന്വേഷിക്കുക. ഇപ്പോൾ എന്തിനാ ജോലിയൊക്കെ, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മളെ ഹണിമൂണൊന്നും പോയില്ലല്ലോ, നമുക്ക് ഹണിമൂണൊക്കെ പോവണ്ടേ, അതൊക്കെ പോകാം, പക്ഷേ അതിന് മുന്നേ ഒരു ജോലിക്ക് നമുക്ക് നോക്കണമെന്ന് പറയുന്നു. വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ പക്ഷേ ശ്രുതി പറയുന്നുണ്ട്, നമുക്ക് വേണ്ടിയല്ലേ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടത്, ഒരു ജോലിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവുമല്ലോ ഇനി, അതുകൊണ്ടൊരു ജോലിക്ക് നമുക്ക് നോക്കാമെന്ന് പറയുന്നു. എന്നാൽ ശരി ശ്രുതി, നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, നീ എന്നൊരു ജോലി കണ്ടുപിടിക്കാൻ പറയുന്നു. അന്നേരം പറയും, ഞാനൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോകണമെന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കും, എന്ത് ജോലിയാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു കാറിൻ്റെ കമ്പനിയിലാണ്. കാറിൻ്റെ കമ്പനിയിലോ? എൻ്റെ വിദ്യാഭ്യാസത്തിന് പറ്റിയൊരു ജോലിയാണോ അതെന്ന് പറയും. അവിടെ മാനേജറായിട്ട് എസ് റൂമിൽ ഇരുന്നാൽ മതി, വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പറയുകയാണ് ശ്രുതിയുടെ അടുത്ത്. ലാസ്റ്റ് ശ്രുതി പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ശ്രുതി ഇൻ്റർവ്യൂവിന് പോകാനൊക്കെ സമ്മതിക്കുന്നു. പറയും, അപ്പോഴാണല്ലോ അമ്മ വന്ന് പൈസ വെച്ചപ്പം പൈസയൊന്നും എടുത്തു കൊടുക്കാനില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അമ്മയ്ക്കത് വിഷമമാകും, നമ്മൾ അങ്ങനെ ചെയ്താൽ നമുക്ക് വേണ്ടിയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത്, അപ്പം നമ്മളിനി അങ്ങനെയൊന്നും ചെയ്യരുത്, അമ്മയ്ക്ക് വേണ്ടി നമ്മൾ അമ്മേനെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി ഇങ്ങനെ പറയുന്നത്. അപ്പം എന്നാൽ ശരി ഞാൻ സമ്മതിച്ചു, നീ എനിക്കൊരു നല്ല ചൂടൻ കോഫി എടുത്തിട്ട് വാ എന്ന് പറയുന്നു. അപ്പോൾ ശ്രുതി പറയുന്നു അതിനെന്താ, ഞാൻ നല്ലൊരു ചൂടൻ കോഫി എടുത്തിട്ട് തരാമെന്ന് പറയട്ടോ. അപ്പോൾ അവിടെ കിച്ചണിൽ ചെല്ലുക. കിച്ചണിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും രേവതി ഇരുന്ന് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രേവതി എനിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ പറയും, അതെനിക്കൊരു കോഫി വേണമായിരുന്നു പറയും. അതിനെന്താ കോഫി ഞാൻ ഇപ്പോൾ ഇട്ട് തരാമല്ലോ എന്ന് വെച്ചിട്ട് കോഫി എടുക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്കല്ല ശ്രുതിക്കാന്ന് പറയും. അയ്യോ അങ്ങനെയാണ് ഞാൻ എടുക്കണില്ല,
ശ്രുതിയോട് തന്നെ കോഫി എടുത്തോളാൻ പറയുന്നു. ഇത് അതിനുള്ള കോഫി പൗഡറും ഷുഗറും എല്ലാം അവിടെ ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ചന്ദ്ര കയറി വരുമ്പോൾ ചന്ദ്ര കയറി എന്താ മോളെ എന്താന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും ഞാനൊരു കോഫി എടുത്ത് തരാമോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അന്നേരം ഇപ്പോൾ എന്നോട് എടുത്തോളാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ആ കോഫി എടുക്കാൻ തുടങ്ങട്ടെ അമ്മയെന്ന് പറയുന്നു. ആഹാ അവൾ അത്രയ്ക്കായോ, നിനക്ക് കോഫി എടുത്ത് തരാൻ പറഞ്ഞിട്ട് അവൾ എന്നെ കോഫി എടുത്ത് തരത്തില്ലാത്തതെന്ന് ചോദിച്ചിട്ട് ചന്ദ്ര വേഗം അവിടെ ചോദിക്കും, രേവതി നിനക്കൊരു ഗ്ലാസ് കോഫി വെക്ക് എന്താ എടുത്തു കൊടുത്താലെന്ന് ചോദിക്കുന്നു. അതെ കോഫി എടുക്കേണ്ട സുധിക്ക് കോഫിയൊന്നും എടുത്ത് കൊടുക്കണ്ടെന്ന് എൻ്റെ അടുത്ത് സച്ചി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു കൊടുക്കാത്തത്. സുധിയുടെ കാര്യങ്ങളൊന്നും എന്നോട് നോക്കണ്ട, അതൊക്കെ നോക്കണ്ടെന്ന് തന്നെ സച്ചി പറഞ്ഞേക്കണേന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്തു കൊടുക്കാത്തത്. ശ്രുതിക്കായിരുന്നു ഞാൻ കോഫി എടുത്ത് കൊടുത്തേനെന്ന് പറഞ്ഞു. അതെന്താ നിനക്ക് ശ്രുതിക്ക് ഒരു ഗ്ലാസ് കോഫി എടുത്ത് കൊടുത്താലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ. എന്നിട്ട് പറയും അവളെ വലിയ നിന്നെപ്പോലെയല്ല, നല്ല കാശുള്ള വീട്ടിൽ നിന്ന് വന്ന പെങ്കൊച്ച, അവളുടെ വീട്ടിലെ 10 പണിക്കാരുണ്ട്. അപ്പോഴത്തേക്കും അതൊന്നും കേട്ടിട്ട് രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ 10 ജോലിക്കാരുണ്ടെങ്കിലേ അതിൽ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ, പണിയെടുക്കണ്ടല്ലോ എന്ന് പറയുന്നു. നീ വലിയ കാര്യമൊന്നും പറയണ്ട, അവൾക്ക് നീ ഒരു ഗ്ലാസ് കോഫി എടുത്ത് കൊടുക്കും, ഞാൻ എടുത്ത് കൊടുക്കില്ല എന്ന് തന്നെ പറയുക കേട്ടോ. നീ എൻ്റെ അടുത്ത് ഓരോന്നൊക്കെ പറയാൻ തുടങ്ങിയെന്ന് വെച്ചിട്ട് ശ്രുതിയുടെ കേക്ക് ഇങ്ങനെ രേവതി ഇങ്ങനെ ഓരോന്നൊക്കെ ചന്ദ്രയോട് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയ്ക്ക് അതൊന്നും കേട്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ചന്ദ്ര അങ്ങനെ കോഫിയൊക്കെ അവിടെ എടുക്കാൻ തുടങ്ങും കേട്ടോ. ശ്രുതിക്ക് വേണ്ടിയുള്ള കോഫി ചന്ദ്ര എടുക്കുവാണ്. ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് സച്ചിനെ ശ്രീകാന്തിനെയും കൂടെയാണ്. സച്ചി ശ്രീകാന്തും കൂടെ ആ ബേക്കറിയിൽ വന്നിട്ട് ചോദിക്കും, അത് ഇവിടുത്തെ CCTV അതൊന്ന് വേണം, ഫുട്ടേജ് വേണമെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു അയ്യോ സാറേ അത് പോയില്ലോ, അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇവിടുത്തെ CCTV ഇച്ചിരി കംപ്ലൈൻ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങളതെല്ലാം കളഞ്ഞു, ഇനിയിപ്പോൾ അതൊന്നും കിട്ടത്തില്ല എന്ന് പറയും. അയ്യോ അതെന്താ കിട്ടത്തില്ല, അത് അത്യാവശ്യമെന്ന് പറയും. പിന്നെ അന്ന് ഇവരുടെ കൂട്ടത്തിൽ 2 സ്ത്രീകളും കൂടെ വന്നായിരുന്നല്ലോ, അതൊക്കെ എടുത്തുകൊണ്ട് പോയേ, അന്ന് എടുത്തതിൻ്റെ വീഡിയോ ഒക്കെ കാണുമല്ലോ, അതൊക്കെ എന്തിയെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് സച്ചിക്ക് എന്താ ആരായിരുന്നു നിൻ്റെ കൂടെ ഉണ്ടായിരുന്നേന്നൊക്കെ ചോദിക്കുന്നു. രേവതി ആലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേന്ന് ഇങ്ങനെ അവന് ഇങ്ങനെ ബപ്പപ്പ അടിക്കും കേട്ടോ. ശ്രീകാന്ത് നിന്ന് ബപ്പപ്പ പറയുന്നുണ്ട്, ഇങ്ങനെ പറയാനുള്ളൊരു മടിയുണ്ട്. എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടെ അറിഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്യാത്ത തെറ്റിന് ഇതെല്ലാം അനുഭവിക്കേണ്ട വന്നത്, അവളും കൂടെ അറിഞ്ഞിട്ടല്ലേ, ഈ ഗജാനന്ദനാന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നുല്ലേ, ഗജാനന്ദനെ അവൾക്ക് പരിചയമുണ്ട്, അവളുടെ ഗുണ്ടകളെ അപ്പോൾ അവൾക്ക് അറിയാമായിരിക്കുമല്ലോ, എന്നിട്ട് അവൾ രേവതി കൂടിയല്ലേ എന്നെ ഈ ചതിച്ചത്, ഇന്നങ്ങ് ചെല്ലട്ടെ ഞാൻ, അവൾ എൻ്റെ ജീവിതത്തിൽ വന്നു തുടങ്ങിയ കഷ്ടം തുടങ്ങിയതാന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെട്ട് രേവതിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്.